മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വിശ്വാസം ത്യാഗം ആവശ്യപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഈ ത്യാഗത്തിന്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള സ്നേഹമാണ്. ഈ ത്യാഗം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുക. നമ്മൾക്കുള്ള കഷ്ടതകൾ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം വരാനിരിക്കുന്ന ആ വലിയ മഹിമ, ദൈവിക കാരുണ്യം, ദൈവിക സ്നേഹത്തോട് തുലനം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ത്യാഗം സന്തോഷപൂർവമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. സന്തോഷത്തോടെ സ്വമനസ്സാലെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട് മാറും. അത് വിശ്വാസത്തിന്റെ ഒരു വരദാനമായിട്ട് മാറും. അതാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 9-ാമത്തെ അധ്യായം 6-7 വചനങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സത്യമിതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ദൈവം സ്നേഹിക്കുന്നത് സന്തോഷത്തോടെ നൽകുന്നവനെയാണ്. ആ സന്തോഷത്തോടെ നൽകുന്നവൻ എങ്ങനെയുള്ള മനോഭാവമായിരിക്കണം? നിർബന്ധ ബുദ്ധിയിലോ വൈമനസ്യത്തോടോ ആകാൻ പാടില്ല. ആ ത്യാഗപൂർണമായ, ആ സന്തോഷപൂർണമായ ആ മനോഭാവത്തിൽ അവനുള്ളത് അവൻ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം അവനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ത്യാഗം ആവശ്യപ്പെടുമ്പോൾ ഈ ത്യാഗത്തിന്റെ അധിഷ്ഠിതമായിരിക്കുന്നത് ദൈവിക സ്നേഹമാണ്. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ എത്രമാത്രം കൊടുക്കുന്നുവോ, എത്രമാത്രം നമ്മൾ വേദനകളും കഷ്ടപ്പാടുകളും സഹിക്കുവാൻ തയ്യാറായി ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നുവോ, അവരെല്ലാവരെയും ദൈവം തന്റെ വലത് കൈകൊണ്ട് ആശീർവദിക്കുകയും ആ കെട്ടിപ്പിടിച്ച് ആ വാരിയെടുത്ത് ഉണർന്ന് കൂടുതൽ അനുഗ്രഹങ്ങളുണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുക, ആ 9-ാമത്തെ അധ്യായത്തില് 6-ാമത്തെ വചനം, സത്യമിതാണ്. സത്യമിത ഏതാണ്? അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രമേ കൊയ്യൂ. കൂടുതൽ വിതയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ഫലങ്ങൾ നമുക്ക് ലഭിക്കും. അല്പം വിതച്ചാൽ അല്പം മാത്രമേ കൊയ്യാൻ സാധിക്കുള്ളൂ. ഇത് പ്രാപഞ്ചികമായ പ്രപഞ്ചത്തിലുള്ള നിയമമാണ്. നീ അല്പം കൊടുത്താൽ അല്പം മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ. ഈശോ പറയുന്നു, നീ കൊടുക്കുക. നിന്റെ ജീവിതത്തിലുള്ള സമയവും നിന്റെ ആരോഗ്യവും ദൈവത്തിനായി നീ കൊടുക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. വാരിക്കോരി നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ വാരിക്കോരി അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ നീതിമാനായ ജോസഫ്. അതാ സാധാരണ ജീവിതമാണ് നയിച്ചത്. ആ ദൈവത്തിന്റെ മുമ്പിലും നിയമത്തിന്റെ മുമ്പിലും നീതിനിഷ്ഠതയോടുകൂടി ജീവിച്ചു. എന്നാൽ ദൈവത്തിന് തന്റെ ജീവിതം മുഴുവനുമായിട്ട് സമർപ്പിച്ചപ്പോൾ ജോസഫിന്റെ പേര് പോലും മാറിപ്പോയി. ജോസഫ് ദൈവത്തിന്റെ പുത്രനായ ഈശോയുടെ വളർത്തു പിതാവാനുള്ള കൃപ കിട്ടി. അതുമാത്രമല്ല, ഈശോ എന്ന പേര് വിളിക്കാനുള്ള അർഹത ദൈവം ജോസഫിനാണ് കൊടുത്തത്. നമുക്കൊന്ന് അത് വായിച്ചു കേൾക്കാം. മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം 24-25 വചനത്തിലൂടെ ദൈവം പറയുന്നത് എന്താണെന്ന് നമുക്ക് കാണാം. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന പേരിട്ടു. ഇതാ പ്രിയപ്പെട്ടവരെ, ജോസഫ് പുരുഷനറിയാതെയാണ് മാതാവ് ഗർഭം ധരിച്ചിരിക്കുന്നത്. ഇതാ വഴിതെറ്റിപ്പോയ സ്ത്രീയാണ്. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആ വ്യക്തിയെ, ആ സ്ത്രീയെ സ്വന്തം ഭാര്യയാൽ സ്വീകരിക്കുന്നത് വലിയ ത്യാഗമാണ് ജോസഫ് ഏറ്റെടുത്തത്. ദൈവദൂതൻ കൽപ്പിച്ചതുപോലെയാണ്
ജോസഫ് തന്റെ ജീവിതത്തിൽ ആ വലിയ ദൗത്യം ഏറ്റെടുത്തു. താൻ അറിയാണ്ട് ഗർഭവതിയായ സ്ത്രീ മറിയത്തെ ഏറ്റെടുത്തപ്പോൾ ദൈവം ജോസഫിനെ അനുഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ്? ദൈവപുത്രന്റെ പേരിടാനുള്ള അർഹത നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. ആ വളർത്തുപിതാവ് എന്നുള്ള പേര് നൽകിക്കൊണ്ട്, ആ വലിയ ദൗത്യം നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. ഒരു വലിയ നീതിമാനാകാനുള്ള, ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരു വലിയ മാതൃകയായിട്ടുള്ള ഒരു വളർത്തുപിതാവാകാനുള്ള കൃപ ജോസഫിനോട് ദൈവം കൊടുത്തു, അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതാണ് വിശ്വാസം. വിശ്വാസത്തിൽ സ്നേഹം ആവശ്യപ്പെടുന്നത്. നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ആ അടിയുറച്ച വിശ്വാസത്തിൽ വളരുവാൻ സാധിക്കും. കൂടുതൽ കൂടുതൽ ദൈവകൃപയിലേക്ക് വളരുവാനും ദൈവത്തിന്റെ കൃപ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുള്ള കൃപ ജഗദീശൻ എല്ലാ മക്കൾക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്